ഈശോയിൽ സ്നേഹമുള്ളവരെ, 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുകയാണ്. നമ്മൾ ഈ വാക്ക് ഒന്ന് വെറുതെ നമ്മുടെ ഒരു ധ്യാനത്തിന് വേണ്ടി ഒന്ന് ചിന്തിച്ചാൽ, പബ്ലിക്, പ്രൈവറ്റ് അല്ലേ, അങ്ങനെയുള്ള വാക്കുകൾ. റീപബ്ലിക് അതായത് പബ്ലിക് എന്നുള്ളത് പൊതുവായ അല്ല, ദൈവത്തിൻ്റെ സ്വന്തം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആരുടെയും അടിമയല്ലായിരുന്നു, പൊതുവായിരുന്നില്ല, എല്ലാവർക്കും ഗുണകരമായിരുന്നു. പക്ഷെ എപ്പോഴോ അത് ആരുടെ കൈകളിലായിപ്പോയി, പ്രൈവറ്റായിപ്പോയി. പിന്നെ നമ്മൾ തിരിച്ചു പിടിച്ചു, റീപബ്ലിക്കായി വീണ്ടും പൊതുവാക്കി കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ ഉൽപ്പത്തിയുടെ തുടക്കം മുതൽ തന്നെ പറുദീസ നല്ല സുഖമായിട്ട് വിഹരിക്കാമായിരുന്നു. പറുദീസയിൽ ദൈവം അവിടെ ഇങ്ങനെ ഭരണഘടന കൊടുത്തതുപോലെ നിയമം കൊടുത്തു, ഇന്നത് കഴിക്കരുത്. പക്ഷെ അവർ ആരുടെയൊക്കെ ഉപദേശം കേട്ടു, ആരുടെയൊക്കെ അടിമയായി മാറി. അങ്ങനെ പാപം ചെയ്യുന്നതിന് പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ 8:34. അപ്പം പറുദീസയിൽ ദൈവത്തിൻ്റെ കൂടെയായി കുറച്ചു നേരം ഒന്ന് ഉലാത്താൻ ഇറങ്ങിയതാ. ഹവ്വ ആദത്തെ വിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങി. കൂട്ടമായിട്ട് വന്നിരുന്നെങ്കിൽ, ഒരുമിച്ച് ചെന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അക്കേണ്ടി തിരിച്ചറിയാൻ പറ്റിയേനെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ആരും വേളാങ്കണ്ണി വരാറില്ല, പൊതുവെ വരാറില്ല. ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. എപ്പോഴോ ലിവിങ് ടുഗദർ നടത്തിയ ഒരു ചെറുക്കനും പെണ്ണും അവരിവിടെ വന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പനും അമ്മയും അവരെ പറഞ്ഞു വിട്ടതിനെ ഓർത്താണ് എനിക്ക് അതിശയിക്കുന്നത്. ഒരു റൂമിൽ താമസിച്ചു, കുമ്പസാരിക്കാൻ വരുന്നു, പിന്നെ റൂമിലേക്ക് പോകുന്നു. വാലിഡാണോ ആ കുമ്പസാരം? അപ്പോൾ നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് ഈ കെണികളിൽ വീഴുന്നത്. ഹവ്വ അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. അപ്പോൾ സാത്താൻ വന്നു, സംസാരിച്ചു, കെണിയിൽ വീണു. അത് നല്ലതാണെന്ന് കരുതി, അപ്പോൾ അവൻ്റെ അടിമയായി. അങ്ങനെയാണ് ഈ സംഭവം. പിന്നീട് അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ വേണ്ടി ഉൽപ്പത്തി 3:15 ഒരു വാഗ്ദാനം കൊടുത്തു. രക്ഷകൻ വരുമെന്നുള്ള ആദ്യത്തെ വാഗ്ദാനം ഉൽപ്പത്തി 3:15, പ്രോട്ടോ എവങ്കേലിയം, പ്രഥമ സുവിശേഷം. അപ്പം യേശു വീണ്ടും തൻ്റെ കുരിശിലെ മരണം വഴി എല്ലാ ആധിപത്യങ്ങളെയും അന്ധകാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ തറച്ചവയെ നിഷ്കാസനം ചെയ്തു. അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി. അതാണ്. അപ്പം നമ്മൾ വീണ്ടും ദൈവത്തിന് സ്വന്തമായി. ആരുടെയൊക്കെ അടിമയായത് വീണ്ടും നമ്മൾ സ്വന്തമായി. ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന, ദൈവത്തിന് സ്വന്തമായിരുന്നത്. അങ്ങനെ പറുദീസയിൽ അനുസരണക്കേട് മൂലം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അങ്ങനെ അടിമയായി. പിന്നെ രക്ഷകൻ്റെ വരവ് വഴി നമ്മൾ വീണ്ടും ദൈവത്തിന് സ്വന്തമായി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അടിമയായി പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിവില്ലായ്മയായിരിക്കാം. അറിവില്ലായ്മ. അങ്ങനെ ഒറ്റക്ക് നടന്നാൽ പിശാച് പിടിക്കുമെന്ന് ഹവ്വയ്ക്കറിയില്ലായിരുന്നു. ഇനിയും ഉള്ള സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. എന്താണ് പിശാച് ചോദിച്ച ചോദ്യം? ഒരു വൃക്ഷത്തിൻ്റെയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞത് ഒരു വൃക്ഷത്തിൻ്റെ കഴിക്കരുതെന്നാണ്. പക്ഷെ പിശാചിൻ്റെ ചോദ്യം, ഒരു വൃക്ഷത്തിൻ്റെയും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വ വീണു. അങ്ങനെ പറഞ്ഞിട്ടില്ല, എല്ലാം കഴിക്കാം, പക്ഷേ തോട്ടത്തിന് നടുവിൽ കഴിക്കാൻ പാടില്ല. അത് ഹവ്വയെ കൊണ്ട് പിശാച് പറയിപ്പിച്ചതാണ്. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഉൽപ്പത്തി 3:4, നിങ്ങൾ കഴിച്ചോ, മരിക്കൊന്നുമില്ല. അപ്പോൾ അതാണ്. അങ്ങനെ നമ്മളും അറിവില്ലായ്മയായിരിക്കാം. അറിവില്ലായ്മ ഒരു കാരണമാണ്. ഇനിയും അങ്ങനെ സംസാരിച്ച് നിൽക്കാനായിട്ടുള്ള, ചെറുത്ത് നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. ഹവ്വ പറഞ്ഞത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ സാത്താൻ അത് തിരുത്തി. നോ അങ്ങനെയല്ല, കഴിച്ചോ. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, അങ്ങനെയല്ല, ഞങ്ങളുടെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അതുകൊണ്ട് സ്വയം അടിമയായി പോയവരുണ്ട്. ചില സാഹചര്യങ്ങളിൽ, ചില വർത്തമാനം, ചില ഫോൺ കോള്, അങ്ങനെയൊക്കെ ചിലവർ അടിമയായി പോയിട്ടുണ്ട്. ചില ബന്ധങ്ങളിൽ, വിവാഹേതര ബന്ധങ്ങളിൽ അത് ചേർത്ത് നിൽക്കുക. ഞാനിപ്പോൾ എങ്ങനെ പറയാനാ? ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും, എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്.
അങ്ങനെ ചിലതിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലായ്മ, അറിവില്ലായ്മ, കഴിവില്ലായ്മ അങ്ങനെ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അടിമയായിപ്പോയത്. ചിലവർക്ക് അഹങ്കാരം കൊണ്ട് അടിമയായി പോകാറുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ ദുരാചാരം പിടിക്കാൻ പോയ ചരട് കെട്ടുക, തൂവാല കെട്ടുക, താഴ്ട്ട് പൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ചുളുവിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി അങ്ങനെ അഹങ്കരിച്ച് ഈശോ പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേട്ടെ. അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. അപ്പൻ്റെ തണലിൽ നിൽക്കുക, അപ്പൻ്റെ തണലിൽ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ നിൽക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഈശോ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് കഴിയുമെങ്കിൽ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ്. അപ്പോൾ ഈശോ പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊരു കാര്യം കണ്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ അടുത്ത പണി നോക്കിയാൽ കർത്താവിൻ്റെ കൂടെ അങ്ങനെ സ്ഥിരമായി നിൽക്കാനായിട്ടുള്ള ഒരു സ്നേഹമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ബൈബിളിലും മറിയം യഥാർത്ഥത്തിൽ തോൽക്കാതെ പരീക്ഷ പാസ്സായ ആളാണ്. തോൽക്കാതെ പരീക്ഷ പാസ്സായി. മറിയം തോറ്റിട്ടില്ല. ദൈവത്തിൻ്റെ ഗബ്രിയേൽ മാലാഖ ഒരു കാര്യം വന്ന് പറഞ്ഞു, അപ്പം തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി. നല്ല കൃത്യം മറുപടി, നല്ല ആ ചോദ്യത്തിന്, നല്ല ആ സംസാരത്തിന് ഉചിതമായ മറുപടി പറഞ്ഞ മറിയം തോൽക്കാതെ പഠിച്ചു. ധൂർത്തപുത്രൻ യഥാർത്ഥത്തിൽ തോറ്റുപോയായിരുന്നു ആദ്യം, പക്ഷെ പിന്നെ ജയിച്ചു. അപ്പം കെട്ടിപ്പിടിച്ച് ചുംബിച്ചപ്പോൾ തന്നെ അവൻ ജയിച്ചു. തോറ്റ് ജയിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ തോറ്റ് പോയിട്ടുണ്ടാകാം, അത് സാരമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈശോ വന്നത്. തോറ്റുപോയിട്ടുണ്ട്, പല മേഖലകളിലും തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഈശോ നമ്മൾ രക്ഷിച്ചു, നിന്നെ ജയിപ്പിച്ചു. നീ ഇനി സ്വയം തോറ്റു കൊടുക്കരുത്, അതാണ് അടിമ. നമ്മൾ സ്വയം അടിമയാകരുത്. അതുകൊണ്ടാണ് ജെറമ്യ 31:3 ഇന്നത്തെ വായന. ജെറമ്യ 31:33 ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നത്, ഇനി അങ്ങനെ അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള അതിനെക്കുറിച്ച് പറയുന്നത് നിശ്ചിത സംവിധാനം. അങ്ങനെ ദൈവം ആക്കി വെച്ചിരിക്കുക. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ, തിരുപ്പട്ടത്തിലൂടെ ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. നിശ്ചിത സംവിധാനം, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഓർഡറാണ്. നിങ്ങൾ എൻ്റെ ജനം, ഞാൻ നിങ്ങളുടെ ദൈവം, അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അതാണ് ഉടമ്പടി. ഇനി അതാരും പറയേണ്ട കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശമാണ്. നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ ഉടമസ്ഥ അവകാശമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവം പറഞ്ഞു വെച്ചിരിക്കുക. അപ്പം നമ്മൾ പർദീസയിൽ നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിയമമാണ്, ആ വൃക്ഷത്തിലെ പഴം കഴിക്കരുത്. ഇത് നിങ്ങൾ എൻ്റെ ജനമായതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, അതുകൊണ്ട് നിങ്ങളിത് അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതേ പോയി തോന്നിയ പോലെ ചെയ്തു. അപ്പം ദൈവം ചെയ്യും. അതാണ് ദൈവം അങ്ങനെ ഈശോയുടെ രക്തം വഴി നമ്മളിങ്ങനെ സ്വന്തമാക്കി വെച്ചിരിക്കുക. പുത്രനെ സ്വന്തമാക്കിയവൻ അവൻ സ്വതന്ത്രനാണ്. ഇല്ല, ഇന്നത്തെ വചനം അതാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുകയാണ്. അപ്പൊ ഇത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് വെറുതെ ആർക്കും കടം കൊടുക്കരുത്, പണയം വെക്കരുത്. പിശാചിന് കുറച്ചു നേരത്തൊക്കെ പണയം വെക്കരുത്. വിവാഹ ഉടമ്പടിയിലൂടെ നിനക്ക് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് കിട്ടിയതാ, എന്നിട്ട് നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനിനി നിന്നോളാം അവസാനം വരെ, ദൈവത്തിന് മുമ്പിൽ എടുത്ത വാഗ്ദാനം. പക്ഷേ പഴയ കാമുകൻ, പഴയ കാമുകി നല്ലതുപോലെ ജീവിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ദൈവം ചെയ്യുന്ന ശരീരത്തിലെ സംവിധാനങ്ങളെ മദ്യത്തിന് പണയം വെച്ചു. എനിക്ക് പറ്റണില്ല അച്ഛാ. ദൈവം നിന്നെ സ്വതന്ത്രമാക്കിയതല്ലേ കൂദാശകളിലൂടെ, നിന്നെ വിശുദ്ധീകരിക്കപ്പെട്ടതല്ലേ നിന്റെ ശരീരം. അപ്പം നീ തന്നെ പിന്നെ പാപത്തിന് അടിമയായി നിന്നു കൊടുത്താൽ എന്ത് ചെയ്യും? എല്ലാവരും രക്ഷിക്കപ്പെടണം, സത്യം അറിയണം. ഇത് സത്യം, ഇത് ദൈവം ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിലൂടെ നമ്മൾ രക്ഷിച്ചു. ഈ സത്യം എല്ലാവരും അറിയണം. യേശുക്രിസ്തുവാണ് മനുഷ്യർക്കും ദൈവത്തിലുള്ള ഏക മധ്യസ്ഥൻ. ഇന്നത്തെ 2-ാം വായനയാണ്. യേശു നമുക്ക് വേണ്ടി മോചന മൂല്യമായിട്ട് മാറി, മോചന ദ്രവ്യമായി മാറി. ഇത് നമ്മൾ അറിയണം. ഈ സത്യം നമ്മൾ അറിയണം. ഇതിനി ആരും പറയേണ്ട കാര്യമില്ല. ജെറമ്യ 33, 31, 34 ഇന്നത്തെ 1-ാം വായന. ഇനി ആരും പറയേണ്ടതില്ല. വലിപ്പച്ചെറുപ്പം തന്നെ എല്ലാവർക്കും ഇതറിയാം.
ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? പിശാചിൻ്റെ വലയത്തിൽ പോയി വീണിട്ട് പിന്നെ ഇതെനിക്കറിയില്ലായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പം എന്നെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്താ പറയുന്നത്? അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. ദൈവത്തിൻ്റെ സ്വന്തമാകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് അത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാവോ, നന്നായിട്ട് ഒരു വിമോചനം വേണമെങ്കിൽ, സൗഖ്യമാകട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, തടസ്സങ്ങൾ മാറണമെന്ന് ആഗ്രഹമാകട്ടെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തിന്മകൾ, മദ്യപാനം, വിവാഹേതര ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി കുംഭസാരമാണ്. കുംഭസാരം ഒരു ഡെലിവറൻസാണ്. കുംഭസാരം ഡെലിവറൻസാണ്. പലരും കുംഭസാരക്കൂട്ടി പ്രാർത്ഥനകളാണ് പറയുന്നത്. നന്നായിട്ടൊന്ന് കുംഭസാരിച്ചു. അത് കാരണം ധൂർത്തപുത്രൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ അവന് ഡെലിവറൻസ് കിട്ടി. അവൻ തീരുമാനിച്ച നിമിഷം തന്നെ ഡെലിവറൻസ്. കാരണം കുംഭസാരത്തിൻ്റെ വീണ്ടും കർത്താവിൻ്റെ സ്വന്തമായി, നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായി തന്നെ ഇരിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കുംഭസാരം, കുർബാന സ്വീകരണം. അപ്പൊ കുംഭസാരത്തിൽ അടിസ്ഥാനമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങൾ: അനുതാപവും വേണം, തീരുമാനവും വേണം. അനുതാപവും തീരുമാനവും ഇല്ലാതെ കുംഭസാരം ഫലിക്കല. ഇനി ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അവിടെ. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പാപമോചനം തരുന്നത് ദൈവപിതാവാണ്. നമുക്ക് വേണ്ടി പാപപരിഹാരമായി മോചനദ്രവ്യമായി മാറിയത് യേശുക്രിസ്തുവാണ്. ഈശോ കുരിശിൽ മരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. കുംഭസാരത്തിലൂടെ ലഭിക്കുന്നത് പാപമോചനം കിട്ടും, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടും. അതാണ് നമുക്ക് സാക്രമെന്റൽ ഗ്രേസ്, സാക്രമെന്റൽ പ്രസാദപര ശക്തി, പ്രസാദപരം. അത് സാക്രമെന്റൽ ഗ്രേസ്. പാപം ചെയ്യാതിരിക്കാൻ, ഇനി പാപത്തിന്റെ പൊടിപ്പും തൊങ്ങലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതുകൂടി തൂത്തുമാറ്റി കളയും. അതാണ് ആന്തരിക സൗഖ്യം. ഇനി പഴയത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, തെറ്റായ ബോധ്യമുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മാറ്റിത്തരും. അപ്പം കുംഭസാരത്തിൽ പലപ്പോഴും അച്ഛന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയും. വിശ്വാസ പ്രമാണം നല്ലൊരു ഡെലിവറൻസ് പ്രയറാണ്. അപ്പം നമുക്കിനി വേണ്ടത്, നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിച്ചാലും റിപ്പബ്ലിക്കൊക്കെയാണ്, പക്ഷെ നമ്മൾ സ്വതന്ത്രരാണോ യഥാർത്ഥത്തിൽ? നമ്മളും കർത്താവിനെ രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷേ നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമകളല്ലേ? തിരികെത്തിക്കുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരെ പോലെയല്ലേ നമ്മൾ? ബാക്കിയുള്ള സമയം നമ്മൾക്ക് നമ്മുടെ വ്യാപാരം. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞ് ദൈവത്തിൻ്റെ ഓണർഷിപ്പിന് കീഴിൽ, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിന് കീഴിൽ അങ്ങനെ തന്നെ നമ്മളെ തന്നെ വെച്ചു കൊടുക്കുക. അതിൽ നിന്ന് കുതറി ഓടാതിരിക്കുക. അങ്ങനെ ദൈവബന്ധം വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നമ്മുടെ കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഇത് കൂടെ കൂടെ കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും. നീ എൻ്റെ സത്യവും നീ എൻ്റെ മാർഗവും നീ എൻ്റെ ജീവനും നീ എൻ്റെ സർവവും നീ എൻ്റെ സത്യവും നീ എൻ്റെ മാർഗവും നീ എൻ്റെ ജീവനും നീ എൻ്റെ സർവവും. യേശു മാത്രമേ എൻ്റെ സങ്കേതമേ, യേശു മാത്രമേ എൻ്റെ ആശ്വാസമേ, യേശു മാത്രമേ എൻ്റെ ആലംബമേ. ഞാനിന്നു കുമ്പിടുന്നു, യേശു മാത്രമേ എൻ്റെ സങ്കേതമേ, യേശു മാത്രമേ എൻ്റെ ആശ്വാസമേ, യേശു മാത്രമേ എൻ്റെ ആലംബമേ. ഞാനിന്നു കുമ്പിടുന്നു. ഞങ്ങൾ പല പരീക്ഷകളും തോറ്റുപോയി കർത്താവേ. കർത്താവിൻ്റെ മുമ്പിലുള്ള പല പരീക്ഷകളും തോറ്റിരിക്കുക, തോറ്റ് തുന്നം പാടിയിരിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു പരീക്ഷ പോലും തോൽക്കാത്ത പരിശുദ്ധ മറിയമേ,
ഇനിയെങ്കിലും തോൽക്കാതെ ജീവിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മകനും മകളെന്ന നിലയിൽ ദൈവത്തിൻ്റെ ഓണർഷിപ്പിന് കീഴിൽ ഇനിയെങ്കിലും തോൽക്കാതെ ജീവിക്കാൻ, പിശാചിന് വിട്ടുകൊടുക്കാതെ, പാപത്തിന് അടിമയാകാതെ ജീവിക്കാൻ, ദൈവത്തിനാൽ സ്വതന്ത്രരാക്കപ്പെട്ടവരെ പോലെ ജീവിക്കാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ.